പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, എപ്പോഴും പോസിറ്റീവായി മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുമോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചിന്തിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? എന്നാൽ ഇതിന് പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട്. പ്രവാസ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കിടയിൽ ആരെങ്കിലും വന്നിട്ട് ജസ്റ്റ് ബി പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരാറില്ലേ? ശരിയല്ലേ? നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, അല്ല നാട്ടിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എപ്പോഴും പോസിറ്റീവായി മാത്രം ചിന്തിക്കാൻ കഴിയുന്നത്? പലരും കരുതുന്നത് ഈ പോസിറ്റീവ് ചിന്ത എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതെന്നാണ്. എല്ലാം ശരിയാകുമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും ശരിയാകാൻ പോകുന്നില്ല. പക്ഷെ ചിലര് കരുതുന്നത് ഇങ്ങനെ എല്ലാം ശരിയാകുമെന്ന് പോസിറ്റീവായി പറഞ്ഞുകൊണ്ടിരുന്നാൽ എല്ലാം ശരിയാകുമെന്നാണ്. ഈ തെറ്റിദ്ധാരണയാണ് പലരെയും പോസിറ്റീവ് ചിന്തയുടെ യഥാർത്ഥ ശക്തി മനസ്സിലാക്കുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നത്. പോസിറ്റീവ് ചിന്ത എന്നാൽ ആ പ്രശ്നങ്ങളെ അവഗണിക്കുക എന്നല്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ നിങ്ങളെ വഴക്ക് പറഞ്ഞു എന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്നെ കൊണ്ട് ഇതിന് കൊള്ളത്തില്ല, എന്റെ കരിയർ ഇവിടെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നതെങ്കിൽ അത് നെഗറ്റീവ് ചിന്തയാണ്. പക്ഷേ പോസിറ്റീവായിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു തെറ്റ് പറ്റി, ഇതിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു, അടുത്ത തവണ ഈ തെറ്റെങ്ങനെ ആവർത്തിക്കാതിരിക്കാം എന്നുള്ള ചിന്തകളായിരിക്കും വരുന്നത്. രണ്ടാമത്തെ ചിന്ത നിങ്ങളുടെ പ്രശ്നം ഇല്ലാതാക്കുന്നില്ല, പക്ഷേ അത് നിങ്ങളെ തളർത്തുന്നതിൽ നിന്നും പകരം നിങ്ങളെ വളരാൻ സഹായിക്കും. നമ്മുടെ തലച്ചോറ് ഒരു ഇലാസ്റ്റിക് പോലെയാണ്. നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് അതിന്റെ വഴിക്ക് പോകും. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറും അത് വഴിക്കാവും. അങ്ങനെ നമ്മൾ ബോധപൂർവം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് വഴി അതൊരു ശീലമായി മാറുകയും നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനുമുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിനും അത് കാരണമാകും. അതല്ലാതെ പോസിറ്റീവ് ചിന്ത എന്നത് നമ്മുടെ കാര്യങ്ങൾ നേടാനുള്ള ഒരു എളുപ്പ വഴിയല്ല, മറിച്ച് ഓരോ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഉപകരണമാണ്. അത് നിങ്ങളെ ദുർബലനാക്കുകയല്ല ചെയ്യുന്നത്, അത് നിങ്ങളെ കരുത്തുറ്റനാക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പോസിറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ നിന്ന് യെസ് എന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പരമാവധി നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെ നമുക്ക് നമ്മുടെ ചിന്തകളെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാമെന്ന് ചർച്ച ചെയ്യാം.